പറയുകയാ, തലസിലും താതുരാശിയിലും തന്റെ പേരിലും തൃതിയിലും താമോദരത്തിലെ തപ്പിത്തടഞ്ഞ തത്വബോധത്താൽ തപരമാക്കി താരമായി മാറിയ മദീനയിലെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നീ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന 8 പ്രതിഫലങ്ങളിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടം നിനക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അല്ലാഹു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ കിട്ടുന്ന ഭാഗ്യം എന്താണെന്നറിയുമോ മുഅ്മിനീങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാ, വിളിച്ചിട്ട് പറയുകയാണ്, ജിബ്രീലേ, ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ മലക്കുകളുടെ മുമ്പിലേക്ക് കടന്നു വരികയാം. അങ്ങനെ കടന്നു വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന നാട്ടിലെ ഇന്നയാളെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോൾ, അങ്ങനെ മലക്കുകളും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ മലക്കുകളും ഇഷ്ടപ്പെടുകയാ. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുമുണ്ടല്ലോ അവന് വേണ്ടിയുണ്ടല്ലോ പാപപൊറുക്കലിനെ തേടുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. അവനെ അല്ലാഹു ഒരു മനുഷ്യൻ